ചില നഷ്ടങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ വേദിയിൽ നിൽക്കുമ്പോൾ അത് ജിഷ്ണുവിൻ്റെയാണ്. കാരണം നമ്മളെന്ന് പറയുന്ന സിനിമയിൽ ഇവർ രണ്ടുപേരെയും കാണുമ്പോൾ ജിഷ്ണുവിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. ജിഷ്ണുവിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് വലിയ നഷ്ടം തന്നെയായി പോകും. കാരണം ഈ പിന്നെ സിദ്ധാർത്ഥിനെ ഭരതേട്ടൻ്റെ മോൻ, ലളിത ചേച്ചിയുടെ മകൻ എന്നുള്ള രീതിയിൽ എനിക്ക് സിദ്ധാർത്ഥനെ സെലക്ട് ചെയ്യാനായിട്ട് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. അടുത്തൊരാളെന്ന് പറഞ്ഞാൽ രാഘവേട്ടൻ്റെ ഒരു ഫോൺ വരികയാണ്, ഇങ്ങനെ ഒരു പത്രവാർത്ത കണ്ടിട്ട്, നടൻ രാഘവൻ്റെ, എൻ്റെ ഒരു മകനുണ്ട്, ഞാനൊരു ഫോട്ടോ അയക്കാം, കമലിന് പറ്റുമെങ്കിൽ ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട് ജിഷ്ണുവിൻ്റെ ഫോട്ടോ എനിക്ക് അയക്കുന്നു. കണ്ട ഉടനെ ഞാൻ പറഞ്ഞ് അവനെ ഇവിടെ അയക്ക്, ഞാൻ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് തൃശ്ശൂർ വരുന്നു, ജിഷ്ണുവിനെ കാണുന്നു, സിദ്ധു ജിഷ്ണുവിനെ ആ പടത്തിൽ സെലക്ട് ചെയ്യുന്നു. ജിഷ്ണു ഇത്രയും അടുത്ത് നല്ല മനസ്സ്, എന്താ പറയുക, സ്നേഹം മാത്രമുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു എന്നുള്ളതാണ്. ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹ്രസ്വമായ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹം ക്യാൻസർ ബാധിച്ചിട്ട് ആ കടന്നുപോയൊരു കാലമുണ്ട്. ആ കാലത്ത് പലപ്പോഴും നമ്മുടെയൊക്കെ തിരക്കുകൾ കാണുമ്പോൾ ജിഷ്ണുവിനായിട്ട് കാണാനോ ഒന്നും സംസാരിക്കാനോ ഉണ്ടല്ലോ, സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എഴുതി തന്നിട്ടുള്ള, ഞാനൊരിക്കൽ തിരുവനന്തപുരത്ത് ജിഷ്ണുവിൻ്റെ വീട്ടിൽ അവനെ കാണാൻ പോയപ്പോൾ ഞാനും എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും സിദ്ധുവിന് അറിയായിരിക്കും, എഴുതി തരികയായിരുന്നു, കടലാസിൽ എഴുതുന്നത്. മറക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എൻ്റെ കാറിൽ എഴുതിയ കുറേ നേരം കരഞ്ഞു. അതാണ് ജിഷ്ണു. ജിഷ്ണു നമ്മുടെ ഒപ്പം ഇല്ല. ഈ അവസരത്തിൽ ഭാവനയും സിദ്ധുവിനെയും കുറിച്ച് അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ജിഷ്ണുവിനെ എനിക്ക് മറക്കാൻ പറ്റില്ല.